Again, back to back. ലാജവാബ് ഷോട്ട്. മിഥുൻ തുടരെ 2 സിക്സുകൾ നേടിയെടുക്കുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. അഖിൽ ഭാസ്കർ തുടക്കത്തിലെ പതർച്ചയ്ക്കു ശേഷം തിരിച്ചു വരുന്നു തുടരെ 2 സിക്സുകൾ നേടിക്കൊണ്ട്. നേരിട്ടാദ്യ ബോൾ. യെസ്, റിയാസ് the lofty power. നേരിട്ടാദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് ഓരോ ബോളിലും ജയപരാജയങ്ങൾ മാറി മറിയുന്ന ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം CCL 3. നേരിട്ടാദ്യ ബോൾ സിക്സിലേക്ക്. സുൽഫി ഒരൊറ്റയാൾ പ്രകടനത്തിലൂടെ മത്സരം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ബാറ്റർ. കരുത്തിന്റെ പര്യായം. ബ്ലൂ സ്കൈ VCC വേഴ്സസ് എക്കോസ് അൽ മദീന. CCL 3യുടെ ആവേശകരമായ ആദ്യ സെമി ഫൈനലിന് ഇവിടെ തുടക്കം. ടോസ് ലഭിച്ച എക്കോസ് ബൗളിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. 6 ഓവർ സെമി ഫൈനൽ മത്സരം CCL 3. BS ഗ്രൂപ്പിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു നിതിൻ ആൻഡ് മിഥുൻ. സ്ട്രൈക്കിലെത്തുന്നു മിഥുൻ. ചാവക്കാട് ക്രിക്കറ്റ് ലീഗിൻ്റെ 3ാമത് സീസൺ ആവേശകരമായ സെമി ഫൈനൽ മത്സരം എക്കോസ് അൽ മദീന വേഴ്സസ് BS ഗ്രൂപ്പ്. ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ഷജാർ. സ്ട്രൈക്കിൽ മിഥുൻ. വിക്കറ്റിന് പിന്നിൽ അക്ബർ. സ്ലിപ്പിൽ അഭിലാഷ്. ഫൈൻ ലെഗിൽ ഫീൽഡ് ചെയ്യുന്നു അദീപ്. ഡിഫെൻസ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. മിഥുൻ ഗ്രൗണ്ടിനും പുറത്തേക്ക്. മിഥുന്റെ ബാറ്റിൽ നിന്നൊരു അത്യുജ്വല 6 പിറക്കുന്നു. പോയിന്റിൽ ഫീൽഡ് ചെയ്യുന്നു ക്യാപ്റ്റൻ അഫനാസ്. Again, back to back. ലാജവാബ് ഷോട്ട്. 4 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ 14. മിഥുൻ തുടരെ 2 സിക്സുകൾ നേടിയെടുക്കുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. ഫീൽഡ് ചെയ്യുന്നു റാഫി. മിസ്സായി പോകുന്നു പന്ത് ബൗണ്ടറിയിലേക്ക്. ഡോട്ട് ബോൾ. ഗുഡ് കംബാക്ക് ഷജർ. ആദ്യ ഓവർ പിന്നീടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 19. സ്ട്രൈക്കിൽ കുഞ്ഞി. നിതിൻ കുഞ്ഞി. ബൗൾ ചെയ്യാനെത്തുന്നു റൈന. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം, പക്ഷേ ഡോട്ട് ബോൾ. കൃത്യമായ ബോളിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു മിഥുൻ. ഒരു ബിഗ് ഷോട്ട്. ക്യാ ബാത് ഹൈ, ക്യാ ഷോട്ട്. നേരിടുന്ന പന്തുകളെല്ലാം സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് മിഥുൻ. UAE ടെന്നീസ് ക്രിക്കറ്റിൽ ഏത് ഗ്രൗണ്ടിലും തൻ്റേതായ സിഗ്നേച്ചർ പതിപ്പിക്കാതെ പോയിട്ടില്ല ഈ മിഥുൻ എന്ന ഹാർഡ് ഹിറ്റർ. VSന്റെ നെടുന്തൂൺ. രണ്ട് റൺസോട് പൂർത്തിയാക്കുന്നു. ലോങ് ഓണിലേക്ക് ഒരു ഷോട്ടിലൂടെ സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു നിതിൻ. സ്ട്രൈറ്റിലേക്ക് ഫീൽഡർ. ഒരു സിംഗിൾ മാത്രം. 2 ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 30 എന്ന സ്കോറിലേക്ക് എത്തുന്നു BS ഗ്രൂപ്പ്. 3rd ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ബെസ്റ്റ്. സ്ട്രൈക്കിൽ കുഞ്ഞി. ഡോട്ട് ബോൾ. കൃത്യമായൊരു ബോളിങ്ങുമായി.
വാട്ട് എ സേവ്. തൻ്റെ ഫീൽഡിംഗ് മികവ് കൊണ്ട് ടീമിന് വേണ്ടി 5 റൺസ് അവിടെ സേവ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു മിഥുൻ. വിക്കറ്റ് കീപ്പർ അക്ബറിന്റെ കൈകളിൽ ഭദ്രമാകുന്നു. ബെസ്റ്റിന്റെ ബൗളിംഗിൽ ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു എക്കോസ് അൽ മദീന. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് മിഥുൻ പുറത്താകുന്നത്. എക്കോസ് അൽ മദീന ഒരു തിരിച്ചു വരവിനുള്ള ശ്രമം. മിഥുന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അഖിൽ ഭാസ്കർ. ടെന്നീസ് ക്രിക്കറ്റ് ലോകത്തൊരു പരിചയപ്പെടുത്തലിന് ആവശ്യമില്ലാത്ത താരം നേരിടുന്ന ആദ്യ ബോൾ. കൃത്യമായൊരു ലൈനും നെക്റ്റിലുമുള്ള ബെസ്റ്റിന്റെ ബൗളിങ്ങിന് മുന്നിൽ ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു അഫിനാസ്. ഒരു സിംഗിൾ മാത്രം. ഒരു ഫുൾ ടോസ് ബോൾ. നല്ലൊരു ശ്രമമുണ്ടായിരുന്നു ആ ബൗണ്ടറി സേവ് ചെയ്യാൻ, പക്ഷെ സാധിക്കാതെ പോകുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. കൃത്യമായൊരു ബൗളിംഗ് ആയിരുന്നു ബെസ്റ്റിയുടേത്, പക്ഷെ അവസാന ബോൾ അതൊരു മോശം ബോൾ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും മറ്റു ബൗളേഴ്സിനേക്കാൾ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാണ് ബെസ്റ്റിന് എക്കോസ് അൽ മദീനയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 3 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 37. ബോൾ ചെയ്യാനെത്തുന്നു റിയാസ്. സ്ട്രൈക്കിൽ അഖിൽ ഭാസ്കർ. ഫീൽഡ് ചെയ്യുന്നു റൈന. ഒരു സിംഗിൾ മാത്രം. ഒരു ബൈറാൻ. കൃത്യമായൊരു ബൗളിംഗ് തന്നെയായിരുന്നു റിയാസിൻ്റെ, പക്ഷേ അതിൽ പോലും ഒരു സിംഗിൾ നേടിയെടുക്കുന്നു BS. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾസ്. ശക്തമായ അപ്പീൽ. കൃത്യമായൊരു ഫീൽഡിംഗ് റൈന. വീണ്ടും ഒരു സിംഗിൾ. സ്ട്രൈറ്റിലേക്ക്. ഒരു സിംഗിൾ മാത്രം. കൃത്യമായ ബൗളിംഗുമായി റിയാസ്. വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത അത്യുജ്വല ബൗളിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 41. ബൗൾ ചെയ്യാനെത്തുന്നു ഇല്ലു. സ്ട്രൈക്കിൽ കുഞ്ഞി. വിക്കറ്റിന് പിന്നിൽ അക്ബർ. ഡോട്ട് ബോൾ. ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം. ഒരു സിംഗിൾ മാത്രം. അഖിൽ ഭാസ്കർ ഗ്രൗണ്ടിനും പുറത്തേക്ക് ചലിച്ചു തുടങ്ങുന്നു അഖിൽ ഭാസ്കറിന്റെ ബാറ്റ്. സ്കോർ 48. ചാവക്കാട് ക്രിക്കറ്റ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ ഇനി ശേഷിക്കുന്നത് 9 പന്തുകൾ. കണക്ഷൻ ലഭിച്ചു തുടങ്ങിയാൽ ഇവനേക്കാൾ അപകടകാരി വേറെയാരുണ്ട്? അഖിൽ ഭാസ്കർ തുടക്കത്തിലെ പതർച്ചയ്ക്കു ശേഷം തിരിച്ചു വരുന്നു. തുടരെ 2 സിക്സുകൾ നേടിക്കൊണ്ട് ഈ സെമി ഫൈനൽ മത്സരത്തിൽ. ബൗൾഡായി പോകുന്നു. ഒരു ബാഡ് ലക്ക്. ബാറ്റിൽ അടിച്ചെടുത്തുകൊണ്ട് സ്റ്റെമ്പിലേക്ക് പതിക്കുന്നു ആ ബോൾ. രണ്ടാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു എക്കോസ് അൽ മദീന. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സിറാജ്. ബ്യൂട്ടി ഷോട്ട്. ഓഫിൽ മനോഹരമായൊരു ബൗണ്ടറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൗണ്ടറിയുമായി യുവതാരം സിറാജ് നേരിട്ട് ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലേക്ക്. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവർ
ബോൾ ചാനെത്തുന്നു റിയാസ്. സ്ട്രൈറ്റിലേക്ക് ഫീൽഡർ. റൈനയുടെ ശ്രമത്തിനും അത് തടുക്കാൻ സാധിക്കാതെ പോകുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. സ്കോർ 65. വിക്കറ്റ് കീപ്പർ അക്ബർ ഫീൽഡ് ചെയ്യുന്നു. സ്ട്രൈക്കിലെത്തുന്നു സിറാജ്. അവസാന ഓവറുകളിൽ സിക്സറുകൾ കൊണ്ട് ഗാലറികളെ ത്രസിപ്പിക്കുന്ന ബാറ്റർ സിറാജ്. ശേഷിക്കുന്നത് 4 പന്തുകൾ. സ്കോർ 66. പക്ഷേ റിയാസിന്റെ കൃത്യതയ്ക്ക് മുന്നിൽ ഒരു സിംഗിൾ മാത്രമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. കൃത്യമായൊരു ബൗളിംഗുമായി റിയാസ്. ഒരു ബൈറൻ. ഇനി ശേഷിക്കുന്നത് 2 പന്തുകൾ. സ്കോർ 68. ബ്രില്യന്റ് ബൗളിംഗ്. ഡോട്ട് ബോൾ റിയാസ്. കഴിഞ്ഞ ഓവറിൽ വെറും 4 റൺസ് മാത്രമാണ് റിയാസ് വിട്ടുകൊടുത്തത്. കൃത്യമായ ബൗളിംഗ്. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് റിയാസ്. യോർക്കർ ബോൾ. അമ്പയർ കോൾ ഔട്ട്. ഒരു സിംഗിൾ ശ്രമമായിരുന്നു. വിജയലക്ഷ്യം 69. ആദ്യ 2 ഓവറിൽ 30 റൺസ് വഴങ്ങിയ എക്കോസ് അൽ മദീന പിന്നീട് ശക്തമായൊരു തിരിച്ചുവരവിലൂടെ പിടിച്ചു കെട്ടുന്നു BSN 68. എക്കോസ് അൽ മദീനയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അഭിലാഷ് ആൻഡ് അക്കു. എക്കോസ് അൽ മദീന വേഴ്സസ് ബ്ലൂ സ്കൈ VCC. ആദ്യ ഓവർ എറിയാനെത്തുന്നു ആംബ്രോ. സ്ട്രൈക്കിൽ അക്ബർ. വിക്കറ്റിന്റെ പിന്നിൽ നിതിൻ. നേരിട്ട് ആദ്യ ബോൾ. ഫീൽഡർ ബീപ് ഷാ. കൃത്യമായ ഫീൽഡിംഗ്. ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു ആംബ്രോയുടെ ബൗളിംഗിൽ. സ്കോർ ബോർഡ് തുറക്കും മുന്നേ വിക്കറ്റ് നേടിയെടുക്കുന്നു BS ഗ്രൂപ്പിന് വേണ്ടി. ആംബ്രോയുടെ ബൗളിംഗിൽ ബീപ് ഷാ ക്യാച്ച് എടുത്തുകൊണ്ട്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ റിയാസ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ റിയാസ് ഇന്ന് ബൗളിംഗിലും വളരെ കൃത്യമായി പന്തെറിഞ്ഞുകൊണ്ട് എക്കോസ് അൽ മദീനക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച പ്ലെയർ. നേരിട്ട് ആദ്യ ബോൾ. യെസ് റിയാസ്. The lefty power. നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് റിയാസ്. ഡോട്ട് ബോൾ. കൃത്യമായൊരു കംബാക്ക്. ആംബ്രോ. ഒരു റിട്ടേൺ ക്യാച്ചുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു സിംഗിൾ. ഫീൽഡ് ചെയ്യുന്നു തൗഫീഖ്. അഭിലാഷ് ക്രീസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ. ബഹിരാകാശവും കടന്നൊരു സിക്സർ. അഭി നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തുന്നു. ആദ്യ പന്തിൽ വിക്കറ്റ് വീണ സമ്മർദ്ദത്തെ ഒട്ടും ലവലേശം കുശലില്ലാതെ സിക്സറിലേക്ക് പറത്തുന്നു. ഒരു സിംഗിൾ മാത്രം. ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 14. സെക്കൻഡ് ഓവർ. ബൗൾ ചെയ്യാനെത്തുന്നു അഖിൽ ഭാസ്കർ. ഫീൽഡർ വിക്കറ്റ് കീപ്പർ കുഞ്ഞിയുടെ കൈകളിൽ ഭദ്രം. ബൗൾ ചെയ്യാനെത്തി ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു. റിയൽ വിക്കറ്റ് ടേക്കർ അഖിൽ ഭാസ്കർ. രണ്ടാമത്തെ വിക്കറ്റും നേടിക്കൊണ്ട് കളിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു BS ഗ്രൂപ്പ്. ഓരോ ബോളിലും ജയപരാജയങ്ങൾ മാറി മറിയുന്ന ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം CCL 3. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സുൽഫി.
നേരിടുന്ന ഓരോ പന്തുകളും സിക്സറിലേക്ക് പറത്തുന്ന പക്കാ ഹഡിറ്റർ. നേരിട്ട് ആദ്യ ബോൾ സിക്സിലേക്ക്. സുൽഫി ഒരൊറ്റയാൾ പ്രകടനത്തിലൂടെ മത്സരം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ബാറ്റർ. കരുത്തിന്റെ പര്യായം സുൽഫി. ഗുഡ് കംബാക്ക്, ഡോട്ട് ബോൾ അഖിൽ ഭാസ്കർ. ഫീൽഡ് ചെയ്യുന്നു ആംബ്രോ. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു റിയാസ്. കൃത്യമായൊരു ബൗളിംഗ്, ഡോട്ട് ബോൾ. കൃത്യമായൊരു ഫീൽഡിംഗ്. മിഥുൻ വീണുപോയെങ്കിലും ഒരു ബൗണ്ടറി സേവ് ചെയ്യുന്നു മിഥുൻ്റെ. കൃത്യമായൊരു ഫീൽഡിംഗ്. മാജിക്കൽ സേവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ഫീൽഡിനെ കുറിച്ച് മിഥുൻ. ഇനി ശേഷിക്കുന്നത് 24 പന്തുകൾ, വേണ്ടത് 47. മൂന്നാം ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു സിറാജ്. സ്ട്രൈക്കിൽ റിയാസ്. നേരിട്ട് ആദ്യ ബോൾ. ബ്യൂട്ടി. റിയാസ് തൻ്റെ ടൈമിംഗ് കൊണ്ട് അത് സിക്സിലേക്ക് പറത്തി വിടുന്നു. ബൗളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും ഒരു അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു എക്കോസ് അൽ മദീനയ്ക്ക് വേണ്ടി റിയാസ്. ലോങ് ഓഫിലേക്ക് കൃത്യമായൊരു ഷോട്ട്, ഒരു സിംഗിൾ മാത്രം. ഡോട്ട് ബോൾ. ഗുഡ് കംബാക്ക് സിറാജ്. വിക്കറ്റ് കീപ്പർ കുഞ്ഞി. സിറാജിൻ്റെ ബൗളിങ്ങിൽ നിതിൻ ക്യാച്ച് എടുത്തുകൊണ്ട് മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു എക്കോസ് അൽ മദീനക്ക്. ആദ്യ ബോളിൽ 6 വഴങ്ങിയതിന് ശേഷം സിറാജ് കൃത്യമായൊരു തിരിച്ചുവരവ്, അതും നിർണായക വിക്കറ്റ് നേടിക്കൊണ്ട്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ റൈന. സിറാജ് ടു റൈന. ഡോട്ട് ബോൾ. ഡോട്ട് ബോൾ. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾസ്. 3 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 36. ശേഷിക്കുന്നത് 18 പന്തുകൾ. ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം എക്കോസ് അൽ മദീന വേഴ്സസ് ബ്ലൂ സ്കൈ VCC. ബോൾ ചെയ്യാനെത്തുന്നു തൗഫീഖ്. സ്ട്രൈക്കിൽ റിയാസ്. ഒരു റിട്ടേൺ ക്യാച്ചുള്ള അവസരം. തൗഫീഖ്. തൗഫീഖിൻ്റെ കയ്യിൽ തട്ടി. പക്ഷേ ദീപ്ഷായുടെ ഒരു ശ്രമമുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു പോകുന്നു. നല്ലൊരു ശ്രമം തന്നെയായിരുന്നു. ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. റൈന ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. അതിനിർണായകമായ 4 റൺസ്. ഓരോ പന്തിലും ജയപരാജയങ്ങൾ മാറി മറിയുന്ന ആവേശത്തിൻ്റെ സെമി ഫൈനൽ മത്സരം. ഗുഡ് കംബാക്ക്, ബ്രില്യൻ. കൃത്യമായ ലൈനും ലെങ്തിലും തൗഫീഖിൻ്റെ നല്ലൊരു ബൗളിംഗ്. ഒരു വിക്കറ്റിനുള്ള അവസരം. ഫീൽഡർ യെസ്, അത് വിക്കറ്റാക്കി മാറ്റുന്നു. കൃത്യമായൊരു ഫീൽഡിംഗ്. 4ാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു തൗഫീഖിൻ്റെ ബൗളിങ്ങിൽ. സിജാദ് ക്യാച്ച് എടുത്തുകൊണ്ട് ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷജർ. ഇനി ശേഷിക്കുന്നത് 14 പന്തുകൾ. വിജയത്തിലേക്ക് വേണ്ടത് 30 റൺസ്. ബോൾ ചെയ്യുന്നു തൗഫീഖ്. ക്രീസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ ഷജർ. ഡോട്ട് ബോൾ. ബ്രില്യന്റ്. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾസ്. തൗഫീഖ്
VSനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഓവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിർണായക ഓവർ, കൃത്യമായി പന്തെറിഞ്ഞു പോകുന്ന ഒരു വിക്കറ്റും നേടിക്കൊണ്ട് 4 ഓവർ പിന്നിടുമ്പോൾ 37. ഇനി വേണ്ടത് 12 പന്തിൽ 30. സ്ട്രൈക്കിലെത്തുന്നു റിയാസ് എന്ന ഈ ഇടംകയ്യൻ ബാറ്റർ, ഈ ഹാർഡ് ഹിറ്റർ ബാറ്റർ ക്രീസിൽ നിലയുറപ്പിക്കുമ്പോൾ 12 പന്തിൽ 30 എന്ന സ്കോർ. അതൊരു ബെല്ലിക്കേറ മലയല്ലെന്ന് എക്കോസിനറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. വേണ്ടത് 5 സിക്സുകൾ മാത്രം, ശേഷിക്കുന്നത് 12 പന്തുകൾ. സ്ട്രൈക്കിലുള്ളത് റിയാസ്, ദ ലെഫ്റ്റി പവർ. വീണ്ടും ബൗൾ ചെയ്യാനെത്തുന്നു സിറാജ്. കഴിഞ്ഞ ഓവറിൽ വെറും 8 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടിയ ബൗളർ. ഭീകരം ഈ സിക്സ്. നേരത്തെ പറഞ്ഞു റിയാസ് ക്രീസിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ 30 എന്ന സ്കോർ അത് അതിവിദൂരമല്ല വിജയത്തിലേക്ക് കോസൽ മദീനക്ക്. പക്ഷേ സിറാജ് ഏത് സമയവും തിരിച്ചു വരാൻ പ്രാപ്തിയുള്ള ബൗളർ തന്നെയാണ്. കൃത്യമായൊരു ബൗളിംഗ്, ഗുഡ് കം ബാക്ക്. ഫീൽഡ് ചെയ്യുന്നു മിഥുൻ, ഒരു സിംഗിൾ മാത്രം. ബൗളിംഗ്, സമ്മർദ്ദവും ആവേശവും ഒരുമിച്ചോടിയെത്തുന്ന സെമി ഫൈനൽ മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ചാവക്കാട് ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെമി ഫൈനൽ മത്സരം. പന്ത് ബൗണ്ടറിയിലേക്ക്, കൃത്യമായൊരു ബൗളിംഗ് ആയിരുന്നു. പക്ഷേ അത് കീപ്പർക്ക് സേവ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. 4 റൺസ് സ്കോർ ബോർഡിലേക്ക്. 8 പന്തിൽ വേണ്ടത് 20 റൺസ്. ബോളിംഗ്, ഒരു വൈഡിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. പക്ഷേ അമ്പയർ അനുവദിക്കുന്നില്ല. ലെഗ് സ്റ്റമ്പിന് തൊട്ട് മുകളിലൂടെ ഡോട്ട് ബോൾ. സിറാജ്, ഈ യുവതാരത്തെ വെല്ലാൻ മറ്റാരുണ്ട്? കഴിഞ്ഞ ഓവറിലും ഈ ഓവറിലും ആദ്യ ബോൾ 6 വഴങ്ങിക്കൊണ്ട് തുടങ്ങിയെങ്കിലും പിന്നീട് ശക്തമായൊരു തിരിച്ചു വരവ്. ഇനി 6 പന്തിലെ കോസൽ മദീനയ്ക്ക് വേണ്ടത് 20 റൺസ്. ആവേശത്തിൻ്റെ സെമി ഫൈനൽ മത്സരം. സ്ട്രൈക്കിൽ വന്നപ്പോഴെല്ലാം റിയാസ് സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് ടീമിന് പ്രതീക്ഷ നൽകിയ താരമാണ്. അവസാന ഓവറിൽ സ്ട്രൈക്കിലെത്തുന്നു റിയാസ്. വേണ്ടത് 20 റൺസ്. അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു തൊയ്യബ്. ബ്യൂട്ടി. ഇനി 5 പന്തുകൾ. പക്ഷെ ഒരു സമ്മർദ്ദവുമില്ലാതെ ക്രീസിൽ തുടരുന്നു റിയാസ്. ഒരു റിട്ടേൺ ക്യാച്ചുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം. പ്രഷർ, സമ്മർദ്ദം. 4 പന്തുകൾ, വേണ്ടത് 21. ആദ്യ 2 ഡോട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ട് തൊയ്യബ് താരമാകുന്നു. പക്ഷേ ഇനിയുമുണ്ട് 4 പന്തുകൾ. സ്ട്രൈക്കിലുള്ളത് റിയാസ് ആണ്. ഒരു ബിഗ് ഷോട്ടിലുള്ള ശ്രമം. ഫീൽഡർ നഷ്ടപ്പെട്ടു പോകുന്നു. നല്ലൊരു ശ്രമമായിരുന്നു സിറാജിന്റെ. റൺ ഔട്ടായി പോകുന്നു റിയാസ്. ക്രീസിലെത്തുന്നത് ഒരു വെയിറ്റ് ചെയ്യാതെ ഷജർ ക്രീസ് വിട്ടിറങ്ങിയപ്പോൾ നഷ്ടമാകുന്നത് റിയാസിന്റെ വിക്കറ്റ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ നാഫി. നേരിട്ട് ആദ്യ ബോളിൽ ഒരു ബിഗ് ഷോട്ടിലെ ശ്രമം. സിറാജ് ക്യാച്ച് എടുത്തുകൊണ്ട തയ്യബിന്റെ ബോളിംഗിൽ അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു. വിജയം ഉറപ്പിക്കുന്നു. ബ്ലൂ സ്കൈ VCC ഫൈനൽ മത്സരത്തിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. CCL 3 ചാവക്കാട് ക്രിക്കറ്റ് ലീഗിന്റെ 3ാമത് സീസണിൽ ആദ്യം ഫൈനൽ ഉറപ്പിക്കുന്നു ബ്ലൂ സ്കൈ VCC. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ബെസ്റ്റീൻ.
നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തുന്നു. പക്ഷെ ആ ഒരു സിക്സർ വിജയത്തിലേക്കുള്ളതാകുമെന്ന് പറയാൻ കഴിയില്ല. ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം. Again, ബസിൻ ഒരു ബിഗ് ഷോട്ട്. പക്ഷെ ഫീൽഡർ കൃത്യമായൊരു ക്യാച്ച്. ആ വിജയത്തിന്റെ മധുരം കൂട്ടുന്നു ബൗണ്ടറിയിൽ സിജാദിന്റെ ആ മാരക ക്യാച്ച്. ഫൈനലിലേക്ക് മുന്നേറുന്നു ബ്ലൂ സ്കൈ VCC. ശക്തരായ BS ഗ്രൂപ്പിനെതിരെ പോരാടിക്കൊണ്ട് തന്നെയാണ് എക്കോസ് അൽ മദീന പുറത്താകുന്നത്.